നമസ്കാരം. ഫുട്ബോളിൽ നിന്നുള്ള ചില ലൈഫ് ലെസൺസ്, ജീവിത പാഠങ്ങളും ആത്മീയതയോളം എത്തുന്ന ജീവിത പാഠങ്ങൾ. ഫുട്ബോളിൽ നിന്നുള്ള ചില ജീവിത പാഠങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ നിന്ന് ജീവിത പാഠങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാല്, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കളി എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഒരു ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ നടക്കുന്ന ഇന്റൻസ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് കളി. കളി എന്ന് പറയുന്നത് ഒരു ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ നടക്കുന്ന ഇന്റൻസ് ലിവിങ് ആണ്, ഇന്റൻസ് ലൈഫ് തന്നെയാണ് കളി എന്ന് പറയുന്നത്. അല്ലാതെ കളി എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്തിന് പുറത്തുള്ള ഒരു സംഗതിയല്ല. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് തന്നെ നിൽക്കുകയാണ്. ഒരാള് കളിക്കുന്നത് കണ്ടാൽ അറിയാം അയാൾ എത്രത്തോളം ക്രൂഡാണ്, അയാൾ എത്രത്തോളം റിഫൈൻഡ് ആണ്, അയാൾ എത്രത്തോളം എൻലൈറ്റൻഡ് ആണ് എന്നൊക്കെ നമുക്ക് അയാൾ കളിക്കുന്ന കാണുമ്പോൾ അറിയാം. കളി ഒരു വലിയ കണ്ണാടി പോലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഷട്ടിൽ ബാഡ്മിന്റൺ ആണ്, പിന്നെ ചെസ്സും. പക്ഷെ കളിയിൽ ഒരാളുടെ റിയാക്ഷൻസ്, ഒരാൾ അനുഭവിക്കുന്ന പ്രഷറുകൾ, ഒരാൾ എങ്ങനെയാണ് ജയത്തെയും പരാജയത്തെയും സ്വീകരിക്കുന്നത്, ഈ രീതിയിൽ നിന്ന് ഒരാളുടെ ആത്മീയ വളർച്ച അല്ലെങ്കിൽ ഒരാളുടെ മെച്യൂരിറ്റി നമുക്ക് മെഷർ ചെയ്യാം. ഇത് വേറൊരാളുടേതല്ല, നമുക്ക് നമ്മളെ തന്നെ മെഷർ ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ കളി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ലൈഫിലെ ചില സ്കില്ലുകൾ കളിക്കളത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കളിക്കളത്തിൽ നമുക്ക് എന്താ പറയുക, കമ്പോസ്ഡ് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലൈഫിലും അത് ചെയ്യാൻ പറ്റും. അവിടെയാണ് കളിക്കളത്തിൽ നമുക്ക് ടെമ്പർ പോയാൽ, കളിക്കളത്തിൽ നമ്മൾ വളരെ വൈൽഡ് ആയാൽ, ജീവിതത്തിലും നമ്മൾ അങ്ങനെയായിരിക്കും. അതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ കുഴപ്പമില്ല, സിറ്റുവേഷൻ ഡിമാൻഡ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണ്. സിറ്റുവേഷൻസ് ആണ് നമ്മളെ അങ്ങനെ അല്ലാതാക്കുന്നത്, നമ്മളുടെ റിയൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കളി ഒരു സിറ്റുവേഷൻ ആണ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് കളി എന്ന് പറയുന്നത്. അത് നമ്മൾ ലൈഫിലെ കളി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും വരാം, എത്ര വലിയതും ആയിരിക്കാം. കളി എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് നമ്മളുടെ കൺട്രോളിനുള്ളിൽ നിൽക്കുന്നു. ആ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ സിറ്റുവേഷൻസ്. നമ്മൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതിന്റെ അർത്ഥം അത് ജീവിതം തന്നെയാണ്. അപ്പോ ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് കളികൾ കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ട് കളികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ റൗണ്ടിൽ നടന്ന 2 കളികളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ റൗണ്ടിൽ നടന്ന 2 കളികൾ. ആദ്യത്തെ കളികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഓസ്ട്രേലിയയും തുർക്കിയും തമ്മിലുള്ള കളിയാണ്. ആ കളിയിൽ ഓസ്ട്രേലിയ 2 ഗോളുകൾക്ക് ജയിച്ചു. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ജയിക്കുകയുണ്ടായി. തുർക്കി തോൽക്കുകയും ഉണ്ടായി. പക്ഷേ ഈ കളിയുടെ സ്ഥിതി വിവര കണക്കെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഒരു റെക്കോർഡാ, അതിന്റെ ഒരു ബാക്ക് ഫയലായിട്ട് എപ്പോഴും സൂക്ഷിക്കും. ആ കളിയുടെ സ്ഥിതി വിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് കളിയുടെ റിസൾട്ട് എന്തായി എന്നും നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ലെസൺസ് നമുക്ക് പഠിക്കാം. ഞാൻ ആദ്യം ആ കളിയുടെ സ്ഥിതി വിവര കണക്കുകൾ വായിക്കാം. ആ കളിയിൽ ബോൾ പൊസഷൻ എന്ന് പറയുന്നതാണ് അടിസ്ഥാനപരമായി ഫുട്ബോളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, ഒരു സ്കില്ല് തന്നെയാണ്. കയ്യിൽ പന്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നല്ലേ അർത്ഥം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഗോൾ കയറില്ല എന്നല്ലേ അർത്ഥം. ഇപ്പൊ നമ്മുടെ കാലിൽ പന്ത് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് പോയി ഗോൾ അടിക്കൂലല്ലോ നമ്മുടെ ഗോൾ പോസ്റ്റ്. ഈ പന്ത് മറ്റേ ആളുടെ കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. അപ്പോ പകുതി വിൻ ചെയ്ത് നിൽക്കുന്നതിന് തുല്യമാണ് എന്ത്, ബോൾ പൊസസ് ചെയ്യുക. ആ ബോൾ പൊസഷൻ നമുക്ക് ഈ 2 ടീമുകളുടെയും നോക്കാം. തുർക്കിയുടെ ബോൾ പൊസഷൻ 63%, 63% ആണ്. ഓസ്ട്രേലിയയുടെ ബോൾ പൊസഷൻ എന്ന് പറയുന്നത് 37%.
നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. 37ഉം 63ഉം ഹ്യൂജ് ഡിഫറൻസ് ആണ്. അതായത് കളിയുടെ 63% സമയവും ആരാണ് ബോൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്? തുർക്കിയാണ് ബോൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. എന്നാലോചിച്ച് നോക്കൂ. ഈ ബോൾ കയ്യിൽ വെച്ചോണ്ടിരുന്നാലുള്ള ഒരു ഗുണം ആദ്യത്തെ ഗുണം ഞാൻ പറഞ്ഞു, നമുക്ക് ഗോൾ കയറില്ല. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ഗോൾ അടിക്കാനുള്ള പകുതി ചാൻസ് ആയി. കാര്യം നമ്മുടെ കയ്യിൽ പന്ത് കിട്ടി. അതാണല്ലോ ഗോൾ അടിക്കാനുള്ള തുടക്കം. അപ്പം ബോൾ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ പകുതി വിൻ ചെയ്ത് നിൽക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പേപ്പറിൽ തുർക്കി 63% ആണ് ബോൾ പൊസഷൻ. അതൊന്ന്. രണ്ടാമത് പാസുകളാണ്. നമ്മൾ എത്രത്തോളം പാസുകൾ കൊടുക്കുന്നു. ഇത് ഫുട്ബോൾ ഒരു വ്യക്തിയുടെ കളിയല്ല. ഫുട്ബോൾ 11 ഒരു കൂട്ടം മനുഷ്യരുടെ കളിയാണ്. അവിടെ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല. പകരം അവിടെ 11 പേർ ചേർന്ന് ഒരൊറ്റ ശരീരമായി തീരുകയാണ്, ഒരൊറ്റ മനസ്സായി തീരുകയാണ്. 11 ശരീരവും ഒരു മനസ്സുമായി തീരും. എന്നാൽ മാത്രമേ കളിക്ക് അർത്ഥമുള്ളൂ. അതാണ് ടീം സ്പിരിറ്റ്. അപ്പോൾ പാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ മാത്രം ബോൾ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ വലിയ ദോഷം ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യണം? പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള പാസുകളിലൂടെയാണ് നമുക്ക് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഗോളാകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാസുകളിലൂടെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തുർക്കി ആ കളിയിൽ മൊത്തം 679 പാസുകളാണ് കൈമാറിയത്. അതേസമയം ഓസ്ട്രേലിയയുടെ പാസുകൾ എന്ന് പറഞ്ഞാൽ വെറും 273. നോക്കൂ, 1/3 എന്ന് വേണമെങ്കിൽ പറയാം, റൗണ്ട് ചെയ്ത് 1/3 മാത്രമാണ് അവർ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബോൾ പൊസഷനും പാസുകളും കഴിഞ്ഞു. ഇനി പാസിന്റെ ആക്യുറസിയാണ്. എത്ര കൃത്യമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അതില് തുർക്കി 91% ആണ്. അതായത് 100 പ്രാവശ്യം പാസ് ചെയ്തപ്പോൾ 91 കറക്റ്റ് ആയിട്ട് ചെന്നു, നമ്മുടെ സഹകളിക്കാരന് റിസീവ് ചെയ്യാൻ പറ്റി. അതേസമയം ഓസ്ട്രേലിയയുടെ പാസ് ആക്യുറസി 75% എത്തിയിട്ടുള്ളൂ. അത്ര മാത്രമേ അവർക്ക് പാസ് ആക്യുറസി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമുക്ക് പ്രധാനമായിട്ട് ഇത്രയും മതി. പിന്നെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, അവർ എത്ര പ്രാവശ്യം ഷോട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ 28 ഷോട്ട് തുർക്കി അടിച്ചു. 8 ഷോട്ടുകൾ മാത്രമേ ആരടിച്ചിട്ടുള്ളൂ? ഓസ്ട്രേലിയ അടിച്ചിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ ആരാണ് വിൻ ചെയ്ത് നിൽക്കുന്നത്? ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാം. ഇതിൽ നിന്ന് നമ്മുടെ റിസൾട്ട് മറച്ചു വെച്ചിട്ട് ഈ സ്ഥിതിവിവര കണക്കെടുത്ത് വെച്ചിട്ട് ഏത് ടീമായിരിക്കും വിജയിച്ചതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും തുർക്കിയാണ് വിജയിച്ചത്. ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്ന തുർക്കിയാണ് കളി വിജയിച്ചതെന്ന് നമ്മൾ പറയും. പക്ഷേ ആ കളിയുടെ റിസൾട്ട് എന്തായിരുന്നു? ഓസ്ട്രേലിയ 2-0 ജയിച്ചു. അതായത് 37% മാത്രം പന്ത് കൈവശം വെക്കാൻ സാധിച്ചിരുന്ന, വെറും 279 പാസുകൾ മാത്രം കൈമാറിയ, ആക്യുറസി വെറും 75% മാത്രമായിരുന്ന ഒരു ടീം, അതൊന്നുമല്ലാതിരുന്ന, തങ്ങളെക്കാൾ മികച്ചു നിന്നിരുന്ന, ഈ പറയുന്ന ഡീറ്റെയിൽസിലെല്ലാം മികച്ചു നിന്നിരുന്ന ഒരു ടീമിനെ 2 ഗോളുകൾക്ക്, ഒരു ഗോളിനല്ല 2 ഗോളുകൾക്ക് തകർത്തു. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നുപോകും. അന്ന് നമ്മൾ ചോദിക്കും, 2026 വേൾഡ് കപ്പില് തുർക്കി ഓസ്ട്രേലിയ കളി എന്തായി? ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. ഇത് മാത്രമേ ഓർമ്മയുണ്ടാവൂ. നേരെ മറിച്ച് ആരെത്ര ഷോട്ട് അടിച്ചു, ആക്യുറസി എത്രയായിരുന്നു, ബോൾ പൊസിഷൻ എത്രയായിരുന്നു, ഇതൊന്നും ചോദിക്കും. ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യമാണ് ഷോട്ട് ഓൺ ടാർഗറ്റ്. അത് 8 തുർക്കിക്ക്. പക്ഷേ ഈ 8 എന്തായി? ഫെയിലിയർ ആയി. ടാർഗറ്റിലേക്ക് ഷോട്ട് ചെയ്തു, ഗോൾ പോസ്റ്റിലേക്ക്, 8 ഫെയിലായി. മറ്റവരെത്ര ഷോട്ട് അടിച്ചു? വെറും 4 ഷോട്ടേ അടിച്ചുള്ളൂ. അതിൽ 2 ഗോളായി. അവിടെയാണ് ഡിഫറൻസ്. ദാറ്റ് ഈസ് ദ ഹോൾ സ്റ്റോറി. അവിടെയാണ് ഡിഫറൻസ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് 2 തരം ജീവിത സമീപനമുണ്ട് അവിടെ. അല്ലെങ്കിൽ കളിയിലായാലും ശരി, എന്തിലായാലും ശരി, 2 തരത്തിലുള്ള സമീപനങ്ങൾ. എന്തൊക്കെയാണത്?
ഒന്ന് റിസൾട്ട് ഓറിയന്റഡും പ്രോസസ് ഓറിയന്റഡും. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ജീവിതത്തെ ആയാലും കളിയായാലും സമീപിക്കാം. ഇതിൽ രണ്ടിന്റെ ഒരു ബാലൻസ് ആണ് എപ്പോഴും ആവശ്യം. പക്ഷെ എപ്പോഴും ബാലൻസ് സാധിച്ചില്ല എങ്കിൽ പോലും നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വേണം ഇത്തരത്തിലുള്ള, അത് എവിടെയൊക്കെ ഏതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെയുള്ള വളരെ നിർണായകമായ ഡിസൈഡിങ് ആയിട്ടുള്ള ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. അവിടെ നമ്മൾ പ്രോസസ് ഓറിയന്റഡ് ആവരുത്. ഇങ്ങനെ രണ്ട് സമീപനങ്ങളാണുള്ളത്. ജീവിതത്തെ സമീപിക്കാനുള്ള രണ്ട് വഴികളാണിത്. നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോൾ അത് റിസൾട്ട് ഓറിയന്റഡ് ആണോ പ്രോസസ് ഓറിയന്റഡ് ആണോ എന്ന് നമുക്ക് വ്യക്തമായ ധാരണ വേണം. നമ്മൾ എന്താണ് ചെയ്യണതെന്ന് നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുമല്ല വേണ്ടത്, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായ ധാരണ വേണം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ഒരു നല്ല മനോഹരമായ ബാലൻസിലാണ് ഇത് കാര്യങ്ങൾ പോകേണ്ടത്. പക്ഷേ ചില സമയത്ത് ചിലതിന് പ്രാധാന്യം കൂടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ജീവിതത്തെ സമീപിക്കേണ്ടത്. ചില സമയത്ത് പ്രോസസ് ഓറിയന്റഡ് ആയിട്ടാണ് ജീവിതത്തെ സമീപിക്കേണ്ടത്. ഇത് എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമുക്ക് ആദ്യം ഈ റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കൊന്ന് നോക്കാം. റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് സെറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ തന്റെ ഗോൾ എന്താണെന്നും തന്റെ ലക്ഷ്യം എന്താണെന്നും അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത അവർക്കുണ്ട്. ക്ലാരിറ്റിയാണ് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പലപ്പോഴും നമ്മൾ ഈ ചെയ്യുന്നതിനിടയ്ക്ക് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് മാത്രമായിട്ട് മെക്കാനിക്കലായി ചെയ്ത് പോകാം. പക്ഷെ അങ്ങനെ മെക്കാനിക്കലായി ചെയ്യുമ്പോൾ നമുക്ക് ലാർജർ ഫ്രെയിം, അല്ലെ, ആ വലിയ ഒരു ജീവിത ചിത്രം നഷ്ടമാകും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ എൻഡ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടാണ്? നെക്സ്റ്റ് 5 years, എൻ്റെ തൊട്ടടുത്ത 5 വർഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം? ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിന്റെ എൻഡ് റിസൾട്ട് എന്താണ്? അങ്ങനെ ഒരു ഇവാലുവേഷൻ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കും? നമ്മൾ ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാകും. അതിന്റെ ഒരു മെച്ചം എന്താണ്? അങ്ങനെ റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. നന്നായിട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ അല്ലാണ്ട് റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ പോവല്ല. റിസൾട്ടിന് ഒരുപക്ഷെ മറ്റേതാണ് നല്ലതെന്ന് കണ്ടാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അല്ലാണ്ട് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടാവില്ല. അതിനുള്ള ലാഗിങ് അവിടെ ഉണ്ടാവില്ല. ഇനി പ്രോസസ് ഓറിയന്റഡ് മൈൻഡ് എന്താന്ന് നോക്കാം. പ്രോസസ് ഓറിയന്റഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവര് ശ്രദ്ധിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കും അവരുടെ ഫോക്കസ്. ഈവൻ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു വ്യക്തത, ക്ലാരിറ്റി കുറച്ച് കുറയും. പകരം അവർ കുറച്ച് സമാധാനമായിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. അതൊരു കംഫർട്ട് സോൺ പോലെ നമുക്കൊരു സുഖകരമായ ഒരു അവസ്ഥയാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിന്റെ ഹൗ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്യും. ആ ഹൗവിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അത് താൽക്കാലികമായിട്ട് നമുക്കൊരു സ്വസ്ഥത പ്രദാനം ചെയ്യും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഗോള് വൈകിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം കേസുകളിൽ മറന്നു തന്നെ പോകാനും സാധ്യതയുണ്ട്. നമ്മൾ ഹൗവിൽ ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ അങ്ങ് ആഴ്ന്നു പോകും. അതായത് ഒരു കഥ പറയാൻ വേണ്ടി നമ്മൾ തുടങ്ങി, അതിന്റെ ഡീറ്റെയിലിംഗ് തീരുന്നില്ല. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ഡീറ്റെയിലിംഗ് കഴിയുന്നതേയില്ല.
ഈ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിട്ട് വേണമല്ലോ കഥ മുമ്പോട്ട് പോകാൻ. പക്ഷെ നമ്മൾ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അയാളുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളുടെ അച്ഛൻ, അയാളുടെ അമ്മ, അയാളുടെ കുടുംബം, അയാളുടെ എന്താ പറയാ ജോലി, അയാളുടെ സ്വഭാവം, അയാളുടെ മാനറിസം, ഇങ്ങനെ അനാവശ്യമായ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു സിനിമയായാലും ശരി, അതൊരു കഥയായാലും ശരി, നോവലായാലും ശരി, റീഡബിലിറ്റി കുറയും. ആളുകൾ എഴുന്നേറ്റ് പോകും, വാച്ച് ചെയ്യില്ല. അനാവശ്യമായ ഡീറ്റെയിലിംഗ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ അതിന്റെ ഫുൾ സ്റ്റോറി ലൈനിനോട് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടായിരിക്കണം ഡീറ്റെയിലിംഗ് വരുന്നത്. അവിടെയാണ് ഒരു കഥാകൃത്തിന്റെ കരവിരുതിരിക്കുന്നത്. മൊത്തം സ്റ്റോറി ലൈനിനോട് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഓരോ കഥാപാത്രത്തിനും ഡീറ്റെയിലിംഗ് കൊടുക്കാവൂ. എന്നാൽ ഡീറ്റെയിലിംഗ് കൊടുക്കാതെയും പോകരുത്. ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, കഥ മാത്രം പറഞ്ഞു പോയാൽ നമുക്ക് എന്താ പറയാ, അതിൽ നായകന്റെ കഥ മാത്രം പറഞ്ഞു പോകരുത്. അതിൽ നായകനെ ഏറ്റവും കൂടുതൽ തിളക്കമാർന്നതാക്കുന്നത് അതിന്റെ കൂടെയുള്ള നായകന് ചുറ്റുമുള്ള മനുഷ്യരാണ്. നായകന് ചുറ്റും, നായകന്റെ കൂടെയും നായകന്റെ എതിരിൽ നിൽക്കുന്ന മനുഷ്യരെ ഡീറ്റെയിൽ ചെയ്യണം. വില്ലനെ ഡീറ്റെയിൽ ചെയ്യണം, കാമുകിയെ ഡീറ്റെയിൽ ചെയ്യണം, അയാളുടെ കുടുംബത്തെ ഡീറ്റെയിൽ ചെയ്യണം. പക്ഷെ ആ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് മൊത്തം സ്റ്റോറി ലൈനിന് പ്രൊപ്പോർഷണേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിലിംഗ് കൂടിയ സിനിമകളുണ്ട്, വളരെ ബോറായി പോകും. ഞാൻ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ലാഗിങ് ആയിരിക്കും, നമുക്ക് ആ ഇൻട്രസ്റ്റേ പോകും. ഇതെങ്ങോട്ടാണ് ഈ സ്റ്റോറി പോകുന്നതെന്ന് നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ആ ടെമ്പോ നിലനിർത്താൻ സാധിക്കില്ല. അതുപോലെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ലാണ്ട് കഥ പറഞ്ഞു പോകും. അത് വളരെ മോശം കഥന രീതിയാണ്. അങ്ങനെ പറയരുത്. ഡീറ്റെയിലിംഗ് വേണം. ഇത് രണ്ടും തമ്മിലൊരു മനോഹരമായ എന്ത് വേണം, കോമ്പിനേഷൻ വേണം. ശരി, ഇനി നമുക്ക് ഞാൻ പറയുന്നത് ഈ റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പ്രോസസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു കാര്യം പൂർത്തിയാകും. അപ്പൊ നമ്മൾ ഈ റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അത് ജീവിതത്തിലെ ഏറ്റവും ക്രൈസിസ് മാനേജ്മെന്റുകളിലാണ്. അതായത് ജീവിതത്തിലെ ഒരു നിർണായകമായ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഒക്കെ വരും. ഇപ്പൊ നമ്മളൊരു ജീവിതത്തിലെ അതിനിർണായകമായിട്ടുള്ള ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, ദ ടഫസ്റ്റ് എക്സാം എവർ നമ്മൾ എഴുതാൻ പോകുന്നു. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ഒരു ടാസ്ക് വരുന്നു. നമുക്കൊരു രോഗമുണ്ട്, ആ രോഗത്തെ മറികടക്കാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് റിസൾട്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് വ്യക്തത വേണം നമുക്ക്. എക്സാം എഴുതുമ്പോഴും ആ വ്യക്തത വേണം. അങ്ങനെ ജീവിതത്തിലെ ക്രൈസിസ് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെ നിർണായകം, അങ്ങനെ അധികം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പം കളിയിലാണെങ്കിൽ വേൾഡ് കപ്പ് പോലെയുള്ള അതിനിർണായകമായ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് എല്ലാ നിയമങ്ങളും വേണമെങ്കിൽ തെറ്റിക്കാം. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ബാക്കി നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. നിങ്ങളുടെ റിസൾട്ട് കിട്ടിയാൽ മാത്രം മതി. എന്ന് വെച്ച് കോപ്പി അടിക്കണം, തെറ്റിദ്ധരിക്കരുത്. അതിനെ തെറ്റായി വായിക്കുകയും ചെയ്യരുത്. കോപ്പി അടിക്കണം എന്ന് വേറെ തെറ്റായ മാർഗങ്ങളൊന്നല്ല. ശരിയായ മാർഗങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. നമ്മളുടെ ജീവിതത്തിലെ ഹാബിറ്റുകളെയും റുട്ടീൻസിനെയും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ. പക്ഷെ എന്തായിരിക്കണം നമ്മുടെ ഫോക്കസ്? റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. അപ്പൊ ജീവിതത്തിൽ ക്രൈസിസ് മാനേജ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്ത്? റിസൾട്ട് ഓറിയന്റഡ് മൈൻഡ് സെറ്റ്. ഇനി പ്രോസസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പ്രോസസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് എപ്പോഴും ഡീറ്റെയിലിംഗിലും ഹൗയിലുമാണ്. എങ്ങനെ ചെയ്യാം, അത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, ഇതിലാണ് ശ്രദ്ധിക്കുന്നത്. അതൊരു കംഫർട്ട് സോൺ, ഒരു സ്വസ്ഥതയൊക്കെ പ്രദാനം ചെയ്യും. മത്സരമില്ലാത്തൊരു ജീവിതത്തെ പ്രദാനം ചെയ്യും. നമ്മളെ കുറെ കൂടെ സ്വാസ്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. അതെവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ നമുക്ക് നല്ല ക്ഷമ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ അതിന്റെ എൻഡ് റിസൾട്ട് അവിടെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ആ എൻഡ് റിസൾട്ട് ഒരു പോയിന്റിലല്ല സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാവിയിലെ ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ ഫുട്ബോളിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമാണ്. എക്സാമിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാവിയിലെ ഒരു നിമിഷത്തിലല്ല അത് സംഭവിക്കുന്നത്. ആ സ്കില്ല് പഠിക്കുന്നത് ഒരു
പരന്ന ഒരു പ്രതിഭാസമാണ്. അതൊരു പോയിന്റഡ് അല്ല, പകരം അത് ഇങ്ങനെ വാസ്റ്റായി നിൽക്കുകയാണ്. അവിടെ നമ്മൾ പ്രോസസ് ഓറിയന്റഡ് ആയിരിക്കണം. ഒരു സ്കില്ല് പഠിച്ചെടുക്കുക, ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക. അത് എത്രത്തോളം നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു, അത്രത്തോളം ആ സ്കില്ല് നമ്മളിലേക്ക് വരും. സ്കില്ല് പഠിക്കാൻ ഏറ്റവും നല്ലത് പ്രോസസ് ഓറിയന്റഡ് മൈൻഡാണ്. കാര്യം അതൊരു പോയിന്റിലല്ല ആ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അത് അനവധി ദിവസങ്ങളിൽ, അനവധി സമയങ്ങളിലൂടെയാണ് നമ്മൾ അത് പഠിക്കുന്നത്. അതുപോലെ എല്ലാം പേഴ്സണൽ ഡെവലപ്മെന്റ് ആയാലും ഈ ആവർത്തിച്ച് വരുന്ന എല്ലാ ടാസ്കുകളിലും നമുക്ക് പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് നല്ലതാണ്. അതേസമയം ഒരു സ്പെസിഫിക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു അണ്ടർ സ്ട്രെസ്സിൽ, അണ്ടർ പ്രഷറിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് റിസൾട്ട് ഓറിയന്റഡ് മൈൻഡാണ്. അണ്ടർ പ്രഷർ ഫോക്കസ് ഓറിയന്റഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആയിട്ട് ലോങ് ടൈം റിസൾട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് പോകണം. ഇക്കാര്യത്തിൽ വ്യക്തത വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് ലൈഫിൽ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓറിയന്റഡ് എന്നും പ്രോബ്ലം ഓറിയന്റഡ് എന്നും വെച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇത് ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞത് പലപ്പോഴും നമ്മളുടെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റിലാണെങ്കിൽ, ഞാൻ ഇവിടെ രണ്ടാമത് പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രോബ്ലംസ് നമ്മളിലേക്ക് വരുമ്പോൾ, ഇമോഷണൽ പ്രോബ്ലംസ് വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരുന്നു. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ പെട്ടുപോകുമ്പോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഇതിനോട് ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡും ആയിരിക്കണം. എന്തായിരിക്കരുത്? പ്രോബ്ലം ഓറിയന്റഡ് ആയിരിക്കരുത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മൈൻഡും സൊല്യൂഷൻ ഓറിയന്റഡ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസമാണ് നമ്മൾ കാണാം. അടുത്ത ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മൈൻഡും സൊല്യൂഷൻ ഓറിയന്റഡ് മൈൻഡും ഇവരുടെ ഫോക്കസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് ഞാൻ അവരുടെ ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യര്, അതായത് നമ്മളുടെയൊക്കെ ക്രൂഡ് ഫോമിൽ നമ്മളെല്ലാവരും എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് ആണ്. കുട്ടിക്കാലത്ത് നമ്മളൊന്ന് മറിഞ്ഞു വീണാൽ നമ്മൾ കരയുന്നത് എന്തുകൊണ്ടാ? ആ പ്രോബ്ലത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ കണ്ണീര് തുടച്ച് എഴുന്നേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മുറിവിൽ എണ്ണ പുരട്ടാനോ മുറിവിൽ മരുന്ന് പുരട്ടാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. മറിഞ്ഞു വീണാൽ അതിനെക്കുറിച്ച് ഓർത്ത് കരയുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. അതൊരു സെൽഫ് പിറ്റിയാണ്. അങ്ങനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ നിഗൂഢമായിട്ടുള്ള ഒരു കൺസലേഷൻ, ഒരു സാന്ത്വനം കിട്ടുന്നുണ്ട്. അത് പുറത്തു നിന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കുട്ടിക്കാലത്ത് ആ പ്രതീക്ഷ തെറ്റുകയുമില്ല. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വീട്ടിലെ മുതിർന്നവരെല്ലാം വന്ന് ചോദിക്കും, എന്തുകൊണ്ട് കരയുന്നു, എന്തിന് കരയുന്നു എന്ന് ചോദിക്കും. കുട്ടിക്കാലത്ത് അത് പെർഫെക്റ്റ്ലി അത് വർക്ക് ചെയ്യും. പ്രോബ്ലം ഓറിയന്റഡ് മൈൻഡ് വർക്ക് ചെയ്യും. പക്ഷെ കുട്ടിക്കാലം എല്ലാ കാലവും ഇല്ല. കുട്ടിക്കാലം ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്കാലം കഴിഞ്ഞു. പിന്നെ ഒരു 15 വയസ്സ് 20 വയസ്സൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ജീവിതത്തിന്റെ ചൂട് അറിഞ്ഞു തുടങ്ങും. അവിടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ, കരഞ്ഞോണ്ടിരുന്നാൽ ആദ്യം കണ്ടവരാരും അന്നേരം നമ്മുടെ അടുത്ത് എത്തില്ല. അതല്ലെങ്കിൽ അന്ന് നമ്മുടെ അടുത്ത് വന്ന മുത്തശ്ശിക്കോ മുത്തശ്ശനോ അമ്മയ്ക്കോ അച്ഛനോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോലും പറ്റില്ല. 20 വയസ്സിലുണ്ടാകുന്ന നമ്മുടെ പ്രോബ്ലം ഇവർക്ക് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരോട്ട് വരാനും പോകുന്നില്ല. കാര്യം നമ്മൾ അവരിൽ നിന്നൊക്കെ ദൂരെ ആയിരിക്കും. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവിടെയാണ് നമ്മൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. ഏത് പ്രോബ്ലം ആയിട്ട്, എനി പ്രോബ്ലം. ആ സമയത്ത് നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മളുടെ ഉള്ളതാണ്. കുട്ടിക്കാലം മുതൽ നമുക്ക് ഓർമ്മയും ഉണ്ട്. ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് എനിക്കറിയാം. അങ്ങനെ കരഞ്ഞു നോക്ക്, ഒരാളും വരില്ല. അങ്ങനെ കുറേ കരഞ്ഞ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകും, പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടിരുന്നാൽ രക്ഷയില്ല, കരയാൻ മാത്രമേ പറ്റൂ എന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും? അത് പതുക്കെ അത് ഷിഫ്റ്റ് ചെയ്യും. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും?
സൊല്യൂഷൻ ഓറിയന്റഡ്. എനിക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് അത് ചിന്തിച്ചു തുടങ്ങും. നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഇവിടെ വെച്ചാണ് നമ്മൾ വളർന്നു തുടങ്ങുന്നത്. ഇവിടെയാണ് നമ്മളൊരു അഡൾട്ടായിട്ട് മാറാൻ പോകുന്നത്. ഇത് എത്രയും വേഗം ബോധ്യപ്പെടുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ തന്നെ പവറിൽ എഴുന്നേറ്റ് നിൽക്കും. ഇപ്പൊ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, പ്രോബ്ലം ഓറിയന്റഡ് മനുഷ്യരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും മാറാത്ത മനുഷ്യരുണ്ട്. ഇത് വലുതായി കഴിഞ്ഞാലും അവർ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുക. എത്ര അനുഭവങ്ങൾ വന്നാലും, എത്ര അനുഭവങ്ങളെ നേരിട്ടാലും ഇങ്ങനെ ഈ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവർ എങ്ങനെയാണ്? എപ്പോഴും ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചും തടസ്സങ്ങളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും അതിന്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ വശങ്ങളെ കുറിച്ചും വീണ്ടും വീണ്ടും അനുസന്ധാനം പോലെ അതിനെക്കുറിച്ച് അനുശോചിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ശോചിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എഗെയിൻ ആൻഡ് എഗെയിൻ അതിനെക്കുറിച്ച് പഴിച്ചുകൊണ്ടിരിക്കും, പരിദേവനം പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നവരോടൊക്കെ തന്റെ അസുഖത്തെക്കുറിച്ച് പറയുക, വരുന്നവരുടെ അടുത്തൊക്കെ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുക. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് എന്ത് കിട്ടും? ഒരു സഹതാപം കിട്ടുമെന്ന് ഉള്ളിൽ ആശിക്കുക. ഇത് ആണ് പ്രോബ്ലം ഓറിയന്റഡ് മനുഷ്യരുടെ ഒരു സ്വഭാവം. അതായത് സൊല്യൂഷൻ ഓറിയന്റഡ് മനുഷ്യർ എവിടെയായിരിക്കും ഫോക്കസ് ചെയ്യുക? ഒരു വൈകാരികമായി അഡൾട്ട് ആയിട്ടുള്ള ഒരാളെ എവിടെയായിരിക്കും ഫോക്കസ് ചെയ്യുക? വാട്ട് ക്യാൻ ബി ഡൺ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവിച്ചത് സംഭവിച്ചു. അതെനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. അതായത് ഇന്നലെ വരെയുള്ള ജീവിതം ആയിരിക്കണം എന്നില്ല ഇന്ന് രാവിലെ മുതലുള്ളത്. ഇന്ന് വരെയുള്ള ജീവിതം ആയിരിക്കണം എന്നില്ല നാളെ രാവിലെ മുതൽ സംഭവിക്കുക. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും അപ്സൈഡ് ഡൗൺ ആയിട്ട് ലൈഫിന് മാറാൻ സാധിക്കും. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഒരു ആനപ്പുറത്തെ സഞ്ചാരമാണ്. ആന ഇടഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിച്ച് കളയും. അപ്പോ സംഭവിച്ചത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുക, വാട്ട് ക്യാൻ ബി ഡൺ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു കാര്യം. രണ്ടാമതായിട്ട്, എനിക്ക് എന്തെല്ലാം അനുകൂല ഘടകങ്ങളാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ആരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? ഏതൊക്കെ സിസ്റ്റമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്? എന്തൊക്കെ ഘടകങ്ങളാണ് എനിക്ക് അനുകൂലമായിട്ടുള്ളത്? ഇപ്പൊ എനിക്കൊരു ക്രൈസിസ് ഉണ്ടായി, എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി. അവിടെ എനിക്ക് അനുകൂലമായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ട്? എനിക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്? എനിക്ക് അനുകൂലമായിട്ട് മറ്റ് ഫിനാൻഷ്യലി എനിക്ക് എന്തൊക്കെ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്? ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഫേസ് ചെയ്യാം? ഇതായിരിക്കും വൈകാരികമായി പക്വതയാർജിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്. വൈകാരികമായി പക്വതയാർജിക്കാത്ത ഒരു വ്യക്തി, ഒരിക്കൽ പോലും തിരുത്തപ്പെടാത്ത ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? എപ്പോഴും പരിതപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവരുടെ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ടാമതെന്ന് പറഞ്ഞാൽ, ഈ പ്രോബ്ലം ഓറിയന്റഡ് മനുഷ്യര് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ. ഇതാണ് പ്രോബ്ലം ഓറിയന്റഡ് മനുഷ്യരുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ, വൈ മീ? എന്നെ എന്തിന് ഇതിന് തിരഞ്ഞെടുത്തു? എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? ഇങ്ങനെ നിരന്തരം പ്രകൃതിയോടും ഈശ്വരനോടും മനുഷ്യരോടും ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രപഞ്ചത്തോട്. ഒരു ഉത്തരവും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് ആൻസർ നമുക്ക് കിട്ടാനേ പോകുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളെന്ന് ചോദിച്ചാൽ ആരുത്തരം പറയും? പ്രപഞ്ചത്തോട് ചോദിച്ചാൽ പ്രപഞ്ചം ഉത്തരം പറയും. ഈശ്വരനോട് ചോദിച്ചാൽ ഈശ്വരൻ പറയും. ഒരു മനുഷ്യർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുമോ? മനുഷ്യർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവരുടെ അറിവ്, അവർക്ക് എന്ത് പറഞ്ഞു തരാൻ പറ്റും? അപ്പൊ ആ ചോദ്യം എന്താണ്? ആ ചോദ്യം ബേസ്ലെസ് ആണ്, മീനിങ്ലെസ് ആണ്. അതിനർത്ഥമില്ല ആ ചോദ്യത്തിന്. കാര്യം ഉത്തരം കിട്ടാത്തൊരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് എന്താ കാര്യം? ആ ചോദ്യം നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ നമ്മൾ ചുമക്കുന്നത് കൂടുതൽ ഭാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ മാത്രമേ ആ ചോദ്യം നമ്മളെ ഉപകരിക്കൂ. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചോദിക്കണം. എന്താണ് ആ ചോദ്യം? ഇതല്ല റൈറ്റ് ക്വസ്റ്റ്യൻ, ഇതല്ല. പിന്നെന്താണ് റൈറ്റ് ക്വസ്റ്റ്യൻ? ഹൗ ക്യാൻ ഐ മാനേജ് ദിസ്? ഇതാണ്. വൈ മീ എന്നല്ല ചോദിക്കുന്നത്, ഹൗ ക്യാൻ ഐ മാനേജ് ദിസ്? എങ്ങനെ എനിക്ക് ഇത്രയും സംഭവിച്ചു,
എങ്ങനെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്കിനി ഫർദർ മൂവ് ചെയ്യാൻ പറ്റും, ഫർദർ മുന്നോട്ട് പോകാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അതിന് ഉത്തരം കിട്ടും. ഈ ചോദ്യം നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാം, ഈ ചോദ്യം ഈശ്വരനോട് ചോദിക്കാം, ഈ ചോദ്യം സുഹൃത്തുക്കളോട് ചോദിക്കാം, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരോട് ചോദിക്കാം, ഈ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനോട് പോലും ചോദിക്കാം. എല്ലാവർക്കും ഒരു ഉപദേശം ഇഷ്ടം, ഉപദേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ശത്രുക്കളോട് പോലും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, ഹൗ ക്യാൻ ഐ ഫിക്സ് ദിസ് എന്ന് ചോദിച്ചാൽ അവര് ശത്രുക്കളായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഉപദേശം തരിക. കാര്യം അവര് തൽക്കാലം നമുക്ക് ഇത് വന്നതിൽ അവര് സന്തുഷ്ടരായിട്ടിരിക്കുക, മനസ്സിങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് നല്ലൊരു സൊല്യൂഷനും പറഞ്ഞുതരും. അപ്പോ ഈ ചോദ്യം ഹൗ ക്യാൻ ഐ ഫിക്സ് ഇറ്റ് എന്ന് നമുക്ക് ആരോട് വേണേൽ ചോദിക്കാം. ഇനി ആരോടും ചോദിച്ചില്ലെങ്കിലും ഇതിന്റെ ഉത്തരം, ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉത്തരം താനെ ഉയർന്നു വരും. കാര്യം അത് റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഓർത്തു വെച്ചു. റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വ്യക്തിയെ പ്രപഞ്ചം സംരക്ഷിക്കും. ശരിയായ ചോദ്യമുള്ള ഒരു വ്യക്തിയെ പ്രപഞ്ചം വഴി നടത്തും. കാര്യം ശരിയായ വഴിയിലേക്കുള്ള ആ സ്വിച്ച് ആണ് നമ്മൾ അമർത്തിയത്. എന്താണത്? ദ റൈറ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു റൈറ്റ് ക്വസ്റ്റ്യൻ വേണം. ശരിയായ ചോദ്യമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഫർദർ മുമ്പോട്ട് കിടക്കുന്ന ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. ഈ ഒരു ഹൗ ക്യാൻ ഐ ഫിക്സ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു, എനിക്കിത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഈശ്വരനോട് തന്നെ ചോദിക്കൂ, പ്രപഞ്ചത്തോട് തന്നെ ചോദിക്കൂ. ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറട്ടെ. അവിടെ താനെ വഴികൾ തുറക്കും. നമ്മളെ സഹായിക്കാൻ മാലാഖമാർ വരും, താക്കോലുകൾ കിട്ടും, വാതിലുകൾ തുറന്നു വരും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് വാതിലുകൾ തുറന്നു വരും. അതൊരു സീക്രട്ട് ഡോക്ട്രിനാണ്, ഒരു സീക്രട്ട് ലോ ആണ്. അതിന് ലോജിക്കൊന്നും എന്നോട് ചോദിക്കരുത്. ദാറ്റ് ഈസ് ഹൗ ദിസ് യൂണിവേഴ്സ് വർക്ക്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്കമും കൂടെ പറഞ്ഞുതരാം. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഈ രണ്ട് മനുഷ്യർക്ക് എന്ത് സംഭവിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട പ്രോബ്ലം ഓറിയന്റഡ് മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അവർ എല്ലാ അവസരത്തിലും അവരെവിടെ പോകുന്നു? ദേ ആർ ഗെറ്റിംഗ് എ ഫീലിംഗ് ഓഫ് ബീയിങ് സ്റ്റക്ക്. അവരുടെ ജീവിതം സ്റ്റക്കായി മുമ്പോട്ട് പോവില്ല. ഞാൻ കണ്ടിട്ടുണ്ട് 60 വയസ്സിലും 70 വയസ്സിലും 80 വയസ്സിലും ഒക്കെ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, എന്റെ അവസ്ഥ നോക്കൂ എന്ന് സെൽഫ് പിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തിൽ സ്റ്റക്കായി പോകുന്നു. നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങൾ അവരിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഒരു ഋതുഭേദങ്ങളും അവരിൽ പൂക്കൾ വിടർത്തുന്നില്ല, അവരെ പുഷ്പിക്കുന്നില്ല, അവർ ഒരു ഫലം കൊടുക്കുന്നില്ല. അവരെന്നത്തെയും പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരിക്കലും പൂക്കാതെ തളിർക്കാതെ നിൽക്കുന്ന ഒരു മരം പോലെ അവർ സ്റ്റക്കായി പോകുന്നു ജീവിതത്തിൽ. പിന്നെയോ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. കുറേ സമയം നമ്മൾ ഇങ്ങനെ തന്നെ ചോദിച്ചാൽ, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ കുറെ ഒരു 10 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാൽ മതി ഒരു ദിവസം. നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ഖനം വരുമെന്നറിയാവോ? ആ ഖനം തൂങ്ങി 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 അവസാനം നമ്മൾ ഡിപ്രസ്ഡ് ആവും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മൾ ഗ്രാവിറ്റി അവസാനം ജയിക്കും. മനസ്സിലെ ഗ്രാവിറ്റിയാണ് ഡിപ്രഷൻ. ഭൂമിയിൽ നമുക്ക് ഗ്രാവിറ്റി ഉണ്ട്, ശരീരത്തെ നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ നടക്കുന്നത്? നമുക്ക് എനർജി ഉള്ളത് കൊണ്ട്. ഈ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യുന്ന എനർജി നമ്മളിൽ ഉള്ളത് കൊണ്ടും മസിൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടുമാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. നമ്മുടെ എല്ലാ സിസ്റ്റവും ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഗ്രാവിറ്റിക്ക് നമ്മളെ പുൾ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ മനസ്സിലും ഇത് വേണം, മനസ്സിനും സ്ട്രെങ്ത് വേണം. ഇല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ഗ്രാവിറ്റിയാണ്. ഡിപ്രഷൻ നമ്മളെ പിടിച്ച് താഴ്ത്തും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, അധോ ലോകങ്ങളിലേക്ക് താഴ്ത്തിക്കളയും. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ നരകം കാണും, അധോ ലോകങ്ങൾ കാണും, നമ്മളെ പിടിച്ച് വലിക്കും അത്. അങ്ങനെ വലിക്കാതിരിക്കാൻ നമുക്ക് സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് ആണ് റൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്, ക്ലാരിറ്റി എന്ന് പറയുന്നത്, ആസ്കിങ് റൈറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്കം എന്ന് പറയുന്നത്, ആദ്യത്തെ കൂട്ടർ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ജീവിച്ചാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നുള്ള ഒരു സംശയവും വേണ്ട. അതേസമയം സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ അവരെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് എപ്പോഴും മോട്ടിവേഷൻ ഉണ്ടാവും, അവരെപ്പോഴും പ്രചോദിതരായിരിക്കും. അവർക്ക് ജീവിതത്തോട് റെസ്പെക്ട് ഉണ്ടാവും, ജീവിതത്തോട് അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും, ചുറ്റും ജീവിക്കുന്നവരോട് അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അവർ കണക്റ്റഡ് ആയിരിക്കും. അവർ ആസ്ദോ അവർക്ക് വിങ്സ് ഉള്ളത് പോലെയാണ്. അവരൊരിക്കലും ലിമിറ്റഡ് അല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ ലിമിറ്റഡ് ആവുകയില്ല. അവരെപ്പോഴും കണ്ടിന്യൂസ് അവർ ഇംപ്രൂവിങ്ങിലായിരിക്കും.
എവിടെയായാലും അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് സിറ്റുവേഷനിൽ പിടിച്ചിട്ടാലും അവർ ഇമ്പ്രൂവ് ചെയ്യും. അവിടെ നിന്ന് വീണടം വിദ്യ, അവിടെ നിന്ന് വീണടം വിഷ്ണുലോകം എന്നൊക്കെ പറയുന്നത് പോലെ എന്താണോ സംഭവിച്ചത് അത് അനുകൂലമാക്കി മാറ്റും. ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ, ഒബ്സ്റ്റക്കിൾ ഈസ് ദ പാത്ത് എന്ന് പറയുന്നത്. എവിടെയാണോ തടസ്സം ആ തടസ്സത്തെ അവര് ഒരു അനുകൂല ഘടകമാക്കി മാറ്റും. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് ഈ മൈൻഡ് സെറ്റിന്റെ. അവരൊക്കെ ഒരിക്കലും ഡിപ്രഷൻ ഉണ്ടാവില്ല. ജീവിതം ഒരിക്കലും വഴിമുട്ടി പോവുകയില്ല. ജീവിതവും അവരും തമ്മിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് പോലും അവരൊരു പാഠമായിരിക്കും, മറ്റുള്ളവർക്ക് അവർ ഇൻസ്പിറേഷൻ ആയിരിക്കും. അതാണ് പ്രോബ്ലം ഓറിയന്റഡും സൊല്യൂഷൻ ഓറിയന്റഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ രണ്ട് പാഠങ്ങളാണ് ഓസ്ട്രേലിയ തുർക്കി മാച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, രണ്ടാമതൊരു മാച്ച് നടന്നു ഫസ്റ്റ് റൗണ്ടിൽ. ആ മാച്ചിൽ എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ മാച്ച് നടന്നത് എന്നായിരുന്നു? 17-ന്, ജൂൺ 17-ന്. ആരൊക്കെ തമ്മിലാണ് മാച്ച് നടന്നത്? ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും പിന്നെ അവരെ നേരിട്ട അൾജീരിയ, ആഫ്രിക്കൻ കരുത്തന്മാരായ അർജന്റീനയും അൾജീരിയയും തമ്മിൽ നടന്ന കളി. ഈ കളി കണ്ടവർക്കറിയാം അന്ന് എന്താണ് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? അർജന്റീന 3 ഗോളുകൾക്ക് അൾജീരിയയെ തകർത്തു. 3-0 എൻഡ് റിസൾട്ട്. ഈ 3 ഗോളുകൾ ആരാണ് അടിച്ചത്? ഈ 3 ഗോളുകളും അടിച്ചത് ഒരേ ഒരാൾ മാത്രം. ആരാണ് ആ വ്യക്തി? തന്റെ 20ാമത്തെ വേൾഡ് കപ്പിൽ ഇറങ്ങിയതിനു ശേഷം 20ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന ആര്? ലിയോണൽ മെസ്സി എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് 3 ഗോളുകളും സ്കോർ ചെയ്തിരിക്കുന്നത്. അതില് നിങ്ങൾ ആ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, 2 ഗോളുകളും 0 ചാൻസ് പോസിബിലിറ്റി ആയിരുന്നു അവിടെ. ആ കളി കണ്ടിട്ടുള്ളവർക്കറിയാം. ആദ്യത്തെയും 3ാമത്തെയും ഗോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി, അതായത് ലിയോണൽ മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടുമ്പോൾ ആ പന്ത് ഗോളായി മാറാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകാരമുള്ള പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബിലോ 10% ആണ്. എന്നാലോചിച്ച് നോക്കൂ, അതായത് നെഗ്ലിജിബിൾ ആണ്. അവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. തന്റെ മുമ്പില് ഒരു 7-8 കളിക്കാരുണ്ട്. ആ കളിക്കാരെ മുഴുവൻ കടന്ന് ഗോളിയെ മറികടന്ന് വേണം ഗോൾ സ്കോർ ചെയ്യാൻ. ലോകത്ത് ഒരു കളിക്കാരനും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അവരാരും അങ്ങനെ ഒരു ഷോട്ടിനും മുതിരില്ല. അവർക്ക് അങ്ങനെ ഒരു കാഴ്ചയുമില്ല. പക്ഷെ നിങ്ങൾ അവസാനത്തെ ഗോള് എടുത്തു നോക്കൂ. മെസ്സി സ്കോർ ചെയ്ത അവസാനത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ 8 പേരുടെ ഇടയിലൂടെ ഗോളിയെ മറികടന്നുകൊണ്ട് ഒരു മജീഷ്യൻ വരച്ച വര പോലെ ആ ബോള് കടന്നുപോയി. ഒരാൾക്കും അതിനെ തൊടാൻ സാധിച്ചില്ല. എന്തോ ഒരു മന്ത്രശക്തിയാൽ എന്ന പോലെ അവർ നിശ്ചലരായി പോയോ എന്ന് പോലും തോന്നിപ്പിച്ചു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വണ്ണം അവരുടെ തൊട്ടു മുമ്പിലൂടെ അവരെ തൊട്ടുരുമിക്കൊണ്ട്, എന്നാൽ അവർക്ക് തൊടാൻ സാധിക്കാത്ത അകലത്തിൽ ആ പന്ത് കടന്നുപോയി. അവിടെ അങ്ങനെ ഒരു സാധ്യതയോ അവിടെ അങ്ങനെ ഒരു വഴിയോ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് പോലും സാധിച്ചില്ല. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത ജീവിത പാഠം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇത്രയും മനോഹരമായിട്ട് അവിടെ കളിക്കാൻ പറ്റിയത്? അവിടെ കളി കണ്ടവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാകും. എല്ലാവരും പന്തുകൾ മെസ്സിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതായത് അർജന്റീനയുടെ ബാക്കി 10 കളിക്കാരും ശ്രമിച്ചത് മെസ്സി എന്ന് പറയുന്ന മാന്ത്രികന്റെ പാദങ്ങളിലേക്ക് പന്ത് എത്തിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് ഇവരുടെ രസതന്ത്രം? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓഫ് കോഴ്സ് ദേ ആർ ട്രെയിൻഡ് ആണ്, അവർ വളരെ നല്ല ട്രെയിൻഡ് ആണ്, വളരെ നല്ല ഗെയിം പ്ലാനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ലൈഫിൽ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണത്? അതിന്റെ പേരാണ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ. ഈ തവണ നമ്മൾ കാണാൻ പോകുന്ന മെസ്സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട മെസ്സി എന്ന് പറയുന്നത്, യാതൊരു വിധത്തിലുള്ള പ്രഷറുകളുമില്ലാതെ, സമ്മർദ്ദങ്ങളുമില്ലാതെ, ഈ ലോകത്ത് അയാൾക്ക് തെളിയിക്കാൻ യാതൊന്നുമില്ലാതെ, നേടാൻ യാതൊന്നുമില്ലാതെ, എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട്, എല്ലാ ലക്ഷ്യങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട്, ലോകത്തിന്റെ നെറുകയിൽ തന്നെ നിന്നുകൊണ്ട്, നിസ്സംഗനായിട്ട് ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് അയാൾ കളിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ഗോൾ സ്കോർ ചെയ്യാനോ അർജന്റീനയെ വിജയിപ്പിക്കാനോ എന്തെങ്കിലും തെളിയിക്കാനോ
എന്തെങ്കിലും നേടാനോ അയാൾ ശ്രമിച്ചിട്ടില്ല. ഇതൊരു ഇന്റർപ്രിട്ടേഷൻ കൂടിയാണ്, ആ കളിയുടെ ഒരു വ്യാഖ്യാനം കൂടിയാണ്. അതിനുവേണ്ടി അയാൾ ശ്രമിക്കുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? അയാൾ നേടിക്കഴിഞ്ഞു. ലോക കിരീടം നേടി, മറ്റ് കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു, ഏറ്റവും നല്ല പ്ലെയറിനുള്ള അവാർഡ് പലതവണ നേടിക്കഴിഞ്ഞു. ഒന്നും ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ഒന്നും തെളിയിക്കാനില്ല. അവിടെയാണ് ഏറ്റവും മനോഹരമായ ചലനങ്ങൾ ഉണ്ടായത്. അവിടെയാണ് ഏറ്റവും മനോഹരമായ കളി സംഭവിച്ചത്. അവിടെയാണ് ഏറ്റവും മനോഹരമായ റിസൾട്ടും ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ അർജന്റീന അണ്ടർ പ്രഷറാണ് കളിച്ചത്. നല്ല പ്രഷർ ഉണ്ടായിരുന്നു അവർക്ക് കപ്പ് എടുക്കാനുള്ള. കാര്യം അതുവരെ വേൾഡ് കപ്പ് എടുത്തിട്ടില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി വിരമിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ തന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു കളിക്കാരൻ, ഒരു മഹാനായ കളിക്കാരന് ലോകകപ്പ് എടുക്കാനുള്ള സമ്മർദ്ദം അയാളുടെ മുകളിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, അർജന്റീന എല്ലാ കളികളിലും ഒരു ഗോളാണ്, ജയിക്കാനുള്ള ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ക്ലിനിക്കൽ പ്രിസിഷനിലൂടെയാണ് അവർ കളി പോയിക്കൊണ്ടിരുന്നത്. ജയിക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആയിരുന്നു. അങ്ങനെ അണ്ടർ പ്രഷർ ആയിരുന്നു അവർ കളിച്ചത്. അങ്ങനെ കളിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആനന്ദവും ആഹ്ലാദവും അവിടെ ഉണ്ടാവില്ല. ജയിക്കുക എന്നുള്ള ഒറ്റ ഇതിലേക്ക് ഫോക്കസ്ഡ് ആയി. അതുകൊണ്ട് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആ കളിയുടെ ആനന്ദ നിമിഷങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ യാതൊരു സമ്മർദ്ദവും ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഒരുപാട് മനോഹര നിമിഷങ്ങൾ നമുക്ക് കളിക്കളത്തിൽ അന്നത്തേതിനെ അപേക്ഷിച്ച് അന്നത്തെ ആദ്യത്തെ റൗണ്ടും ഇപ്പോഴത്തെ ആദ്യത്തെ റൗണ്ടും എടുത്തു കഴിഞ്ഞാൽ അന്നത്തേതിനേക്കാൾ അപേക്ഷിച്ച് ഏറ്റവും നല്ല മനോഹര നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴാണ്. ആ കളിക്കാരന്റെ ഏറ്റവും നല്ല ചലനങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിനൊന്നും പ്രൂവ് ചെയ്യാനില്ല, അദ്ദേഹത്തിന് മുകളിൽ യാതൊരു സമ്മർദ്ദവുമില്ല, ആരും അദ്ദേഹത്തെ ഇനി പ്രൈസ് ചെയ്യാൻ പോകുന്നില്ല, ആരും അദ്ദേഹത്തെ ഇനി ക്രിട്ടിസൈസ് ചെയ്യാനും പോകുന്നില്ല. അഥവാ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ അദ്ദേഹത്തിന് അതിൽ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതില്ല. കാര്യം അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ പ്രൈസ് ചെയ്താൽ, ലോകത്ത് ഇത്രയധികം പ്രൈസ് ചെയ്യപ്പെട്ട വേറെ ആരുമില്ല, പ്രശംസിക്കപ്പെട്ട ഇനി വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലും അദ്ദേഹത്തിന് ആനന്ദിക്കാനോ ഒന്നുമില്ല, ആരെങ്കിലും തന്നെ നിന്ദിച്ചാൽ അതിൽ ദുഃഖിക്കാനോ ഒന്നുമില്ല. അങ്ങനെ തുല്യനിന്ദ സ്തുതിർ മൗനി എന്ന് പറയുന്ന ഭഗവത്ഗീത പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ മെസ്സി നിൽക്കുന്നത്. ഇത് മെസ്സി ഭഗവത്ഗീത പഠിച്ചത് കൊണ്ടോ മെസ്സി ധ്യാനം പരിശീലിച്ചത് കൊണ്ടോ അല്ല. ഏതൊരു മനുഷ്യനും എത്തിച്ചേരാവുന്ന ഒരു പോയിന്റ് ആണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഭഗവത്ഗീത പഠിക്കാത്ത മനുഷ്യർ ചിലപ്പോൾ അത് ഭഗവത്ഗീതയിൽ പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അത് മനസ്സിലാക്കണം നമ്മൾ. ഭഗവത്ഗീത മനുഷ്യ മനഃശാസ്ത്രം, മനുഷ്യന്റെ ആധ്യാത്മിക ശാസ്ത്രമാണ് അത് പറയുന്നത്. മനഃശാസ്ത്രത്തെക്കാൾ നിഗൂഢമായ അഗാധമായ ജീവിത ശാസ്ത്രമാണ് ആത്മീയത എന്ന് പറയുന്നത്. ചില ആത്മീയ സത്യങ്ങളാണത്. ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും മനോഹരമായ പ്രകടനം സാധിക്കുന്നത് അയാൾ അതിന്റെ എൻഡ് റിസൾട്ടിനെ കുറിച്ച് ബോധേഡല്ലാത്ത നിമിഷങ്ങളിലാണ്. അതിനെ ഭഗവത്ഗീത വിളിച്ച പേരെന്താണ്? നിഷ്കാമ കർമ്മം, ഡിറ്റാച്ച്ഡ് ആക്ഷൻ. നിഷ്കാമകർമ്മം. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം, സൊല്യൂഷൻ ഓറിയന്റഡ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആവാൻ പഠിക്കണം, പിന്നീട് സൊല്യൂഷൻ ഓറിയന്റഡ് ആവാൻ പഠിക്കണം. ഫൈനലി നമ്മൾ എവിടെ എത്തണം? ഡിറ്റാച്ച്ഡ് ആക്ഷനിൽ എത്തണം. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഒന്നും ബൈപ്പാസ് ചെയ്യരുത്. അങ്ങനെ ബൈപ്പാസ് ചെയ്യുന്നത് വലിയ അപകടമാണ്. നമ്മൾ ആദ്യം തന്നെ ഭഗവത്ഗീതയൊക്കെ കയറി പഠിച്ച് ജീവിതത്തിൽ അവശ്യം പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാതെ നേരെ ഭഗവത്ഗീത വായിച്ചാലും പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ കുറച്ച് സ്വപ്നലോകത്തായി പോകും. നമ്മൾ ഭൂമിയിൽ നമ്മുടെ കാല് തെന്നിപ്പോവും. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ്, പക്ഷെ അതിന് പ്രിഫേസ് ആയിട്ട്, അതിന് മുന്നോടിയായിട്ട്, അതിന് ആമുഖമായിട്ട് ചില ജീവിത പാഠങ്ങളും കൂടെ, സ്കില്ലുകളും കൂടെ പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഭഗവത്ഗീത എല്ലാം പരിത്യജിക്കാൻ പറയുന്നു. പക്ഷെ ഒന്നും നേടാത്ത ഒരാൾക്ക് എന്ത് പരിത്യജിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒന്നും നേടാതെ ജീവിതത്തിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരാള് പരിത്യാഗിയാണെന്ന് സ്വയം പറഞ്ഞാൽ അത് എന്തുമാത്രം വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയല്ല, ഇതിനൊക്കെ ഓരോ സീക്വൻസുകളും. ആദ്യം നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പഠിക്കണം, പരിശീലിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് അച്ചീവ് ചെയ്യണം. നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ തെളിയിച്ചു തരണം. അതിനോടൊപ്പം നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കണം.
പ്രശ്നം വരുമ്പോൾ ഇരുന്ന് കരയാതെ അതിനെ നല്ല ചോദ്യങ്ങളിലൂടെ, നല്ല ആറ്റിറ്റ്യൂഡിലൂടെ അനുകൂലമാക്കി മാറ്റണം. ഈ രണ്ടും സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് നമ്മളിലേക്ക് വരൂ. ഇത് എന്താണത്? ശുദ്ധമായ മനസ്സുള്ളവരിലേക്ക് ഇത് വന്നോളും താനെ. മെസ്സിയിലേക്കൊക്കെ വന്നില്ലേ? അതുപോലെ താനേ വന്നോളും. എന്താണ് ആ പാഠം? ഡിറ്റാച്ച്ഡ് ആക്ഷൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എൻഡ് റിസൾട്ടിനെ കുറിച്ച് ബോധേടയല്ല. നമ്മൾ പിന്നെ ഡാൻസ് ചെയ്യും ലൈഫിൽ. നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല, നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. നമ്മൾ ജനിച്ചത് ഇതിനു വേണ്ടിയാണ്. നമ്മൾ ജനിച്ചത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ പർപ്പസ് കണ്ടു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള ആ സ്വീറ്റ് സ്പോട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തിന് ജനിച്ചു എന്നുള്ളതിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞാൻ എന്തിന് രാവിലെ ഉണരണം എന്നുള്ളതിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓരോ ദിവസവും എനിക്ക് ഉണരാനുള്ള പ്രചോദനം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് മറ്റൊരു മനുഷ്യനെ ഒന്നും ധരിപ്പിക്കാനില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയും നാളെ മരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ എനിക്കെന്ത് ബോധിപ്പിക്കാനാണ്? എന്നെ വിമർശിക്കുന്നവർ മരിച്ചു പോകുന്നു, എന്നെ പ്രശംസിക്കുന്നവരും മരിച്ചു പോകുന്നു, നാളെ ഞാൻ തന്നെ മരിച്ചു പോകുന്നു. എനിക്കിവിടെ ഒന്നും തെളിയിക്കാനില്ല, ആരെയും ബോധിപ്പിക്കാനുമില്ല. എല്ലാവരുടെയും പ്രശംസയും എല്ലാവരുടെയും നിന്ദയും എല്ലാം തുല്യം തന്നെ. തുല്യനിന്ദ സ്തുതിർമൗനി. പിന്നെയോ, ഞാനിവിടെ ജനിച്ച നിമിഷങ്ങൾക്ക് ചില പർപ്പസുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പങ്ങൾ ഏറ്റവും വളരെ കുറഞ്ഞ സമയം മാത്രമേ അവിടെ വിടർന്നു നിൽക്കുകയുള്ളൂ. മാസങ്ങളോളം, ആഴ്ചകളോളം വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളൊന്നുമില്ല. ഏറ്റവും മനോഹരമായ പുഷ്പങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് വിതറി ചെയ്യുന്നത്, കൊഴിഞ്ഞു വീഴുന്നത്. പക്ഷെ ആ നിൽക്കുന്ന നിമിഷങ്ങളിലാണ് ആ പൂവിന്റെ അർത്ഥമുള്ളത്. അത് വാടിയ പൂവിനെ ആരും വരച്ചു വെക്കില്ല. വാടിയ പൂവിനെ കുറിച്ച് ആരും കവിത എഴുതുന്നില്ല. വാടിയ പൂവ് നമ്മൾ എവിടെയും സമർപ്പിക്കുന്നില്ല. അത് എപ്പോഴാണോ വിടർന്നു നിൽക്കുന്നത്, കൃത്യം അതിന്റെ ആ വിടർന്നു നിൽക്കുന്ന സമയത്താണ് അത് ഭഗവാൻ അർപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തലയിൽ ചൂടപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വിശിഷ്ട വ്യക്തികൾക്ക് സമർപ്പിക്കപ്പെടുന്നത്, സമ്മാനിക്കപ്പെടുന്നത്. അപ്പൊ ആ നിമിഷങ്ങൾക്ക് വേണ്ടി വിടർന്നു നിന്നുകൊള്ളുക. ജീവിതം അത്രമാത്രം ക്ഷണികമാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ജനിച്ചുവോ അത് നിങ്ങൾ വെറുതെ എക്സ്പ്രസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു പൂവ് വിരിയുന്നത് പോലെ, ആരെയും ബോധിപ്പിക്കാനല്ല. ഒരു പക്ഷി പാടുന്നത് പോലെ, ആരുടെയും അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല. സൂര്യൻ ഉദിക്കുന്നത് പോലെ, ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല. ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ അവിടെ ഉദിച്ചു നിൽക്കുന്നത് പോലെ, ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയല്ല. കവിതകൾ എഴുതുന്നുണ്ടാവാം, പക്ഷെ ചന്ദ്രൻ അത് ആഗ്രഹിച്ചിട്ടില്ല. മേഘങ്ങൾ ചലിക്കുന്നു, മഴ പെയ്യുന്നു, അല്ലേ? ഋതുഭേദങ്ങൾ ക്രമബദ്ധമായി നടക്കുന്നു, ഒരു ആവർത്തിച്ച് ചാക്രികമായി നടക്കുന്നു. ഗ്രഹങ്ങൾ ചലിക്കുന്നു, നക്ഷത്രങ്ങൾ ചലിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒന്നിനും വേണ്ടിയല്ല. അവർ അതിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ അവരുടെ ധർമ്മം നിറവേറ്റുക മാത്രം ചെയ്യുന്നു. ഇതുപോലെ ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ എല്ലാ സ്കില്ലും പഠിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ എല്ലാ സ്കില്ലും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ജീവിച്ചു, നിങ്ങൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ജീവിച്ചു. നൗ ദ ടൈം കംസ്. ഇതാ നിങ്ങളുടെ മുമ്പിൽ ജീവിതം വന്നിട്ട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് നിഷ്കാമകർമ്മം എന്തെന്നറിയുമോ? ഡിറ്റാച്ച്ഡ് ആക്ഷൻ എന്താണെന്നറിയാമോ? അതിന്റെ പേരാണ് ധ്യാനം, അതിന്റെ പേരാണ് ആനന്ദം, അതിന്റെ പേരാണ് സമാധി. സമാധി ഇൻ മോഷനാണത്, ചലിക്കുമ്പോഴുള്ള സമാധിയാണത്. ഒരിടത്ത് ഇരുന്ന് മാത്രമല്ല നമ്മൾ സമാധി എന്ന് പറയുന്ന ആ ആനന്ദത്തെ അനുഭവിക്കുന്നത്. ചെയ്യുന്ന പ്രവർത്തികളിൽ ആ സമാധിയുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചുവോ ആ കർമ്മം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കൂ, അവർക്ക് വാർദ്ധക്യം വരുന്നില്ല, അവർ തളരുന്നില്ല, അവർ തിരികെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു, പൂക്കൾ വിടർന്നു നിൽക്കുന്നു. അവരുടെ വാക്കുകളിൽ സരസ്വതി നൃത്തം ചെയ്യുന്നു. അവർ എന്നും ഊർജ്ജസ്വലരായി ഉണർന്നെഴുന്നേൽക്കുന്നു. പ്രായം അവരുടെ മുമ്പിൽ വെറും അക്കങ്ങൾ മാത്രമായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ പേരാണ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ, നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം എന്നുള്ളൊരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അക്കംപ്ലിഷ്ഡ് ആണ്, നിങ്ങൾ അച്ചീവ്ഡ് ആണ്, നിങ്ങൾ അവിടെ അറൈവ്ഡ് ആണ്, എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. എനിക്ക് ഈ അൾജീരിയ അർജന്റീന കളിയെക്കുറിച്ചല്ല പറയാനുള്ളത്, ലൈഫിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ നമുക്ക് ആനന്ദ നൃത്തം ചെയ്യാൻ സാധിക്കും ഈ ജീവിതം മുഴുവൻ. കളി എന്ന് പറയുന്നത് ഏതാനും നിമിഷ നേരത്തേക്ക് ഒതുക്കിയ ജീവിതമാണെങ്കിൽ നമുക്ക് ഈ ഒരു 60, 70, 90 വർഷത്തോളം പരത്തിയ കളിയാണ് ജീവിതം. അതുകൊണ്ടാണ് ജീവിതത്തെ നമ്മൾ കൃത്യമായി ലീല എന്ന് വിളിച്ചത്. ഹിന്ദുക്കള് ജീവിതത്തെ കൃത്യമായി കളി എന്ന് വിളിച്ചു. അവർക്കറിയാം ഒരു 90 വർഷം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ 100 വർഷം നീണ്ടു നിൽക്കുന്ന ലീലയാണ് ഈ ജീവിതം, കളി തന്നെയാണ് ഈ ജീവിതം. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സി എങ്ങനെയാണോ
ഫുട്ബോൾ മൈതാനത്ത് നൃത്തമാടുന്നത്, അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിലും നൃത്തമാടാൻ സാധിക്കും. ആനന്ദ നൃത്തമാടാൻ സാധിക്കും. ഒരു സമ്മർദ്ദവുമില്ല. ആരും നിങ്ങളെ വിമർശിക്കില്ല. ആരും നിങ്ങളെ സ്തുതിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ നൃത്തമാടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ജനിച്ച കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചുവോ അതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഞാൻ ആരാണെന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യന് മറ്റൊരു രണ്ടാമതൊരാളുടെ അപ്രൂവൽ ആവശ്യമില്ല. സമൂഹത്തിന്റെ അപ്രൂവൽ ആവശ്യമില്ല. ആരുടെ അപ്രൂവലും ആവശ്യമില്ല. അയാൾ അക്കംപ്ലിഷ്ഡ് ആണ്. അപ്പം ഈ നിഷ്കാമ കർമ്മം എങ്ങനെ സംഭവിക്കുന്നു? നിഷ്കാമ കർമ്മം സംഭവിക്കാൻ 1-2 ക്രൈറ്റീരിയ ഉണ്ട്. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ? ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റൈറ്റ് ആക്ഷൻ. റൈറ്റ് ആക്ഷൻ സംഭവിക്കും. റൈറ്റ് ആക്ഷൻ ഫോളോസ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ. എന്താണ് റൈറ്റ് ആക്ഷൻ? ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ് റൈറ്റ് ആക്ഷൻ. എന്താണത്? നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വന്നാൽ നമ്മൾ റൈറ്റ് ആക്ഷനിലെത്തും. അതായത് നമുക്ക് റിസൾട്ട് കൈവിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഈ റൈറ്റ് ആക്ഷൻ ആണ്. റൈറ്റ് ആക്ഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് റൈറ്റ് ആക്ഷൻ തുടങ്ങുന്നത്. നമ്മൾ എന്നും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് സ്റ്റക്കായി പോകാതെ നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് മാറാൻ തുടങ്ങണം. പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് വളരണം നമ്മൾ. ആദ്യം നമുക്ക് പരീക്ഷ ജയിക്കാനും ക്രൈസിസ് മാനേജ്മെന്റിനും ഒക്കെ നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കാം. അതിനുശേഷം നമ്മൾ വളരുന്നതനുസരിച്ച്, ജീവിതം ഡീപ്പ് ആകുന്നതിനനുസരിച്ച് നമ്മളും ഡീപ്പ് ആവണം. അപ്പോഴാണ് നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കണം. ഇത് 2 സ്റ്റേജും കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആക്ഷൻ സംഭവിക്കും. റൈറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് എന്തിനാണെന്ന് നമ്മൾ കണ്ടെത്തും. നമ്മളെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തും. ആ കൃത്യമായ സ്ഥലത്ത്. അത് 20s സംഭവിച്ചാൽ ഏറ്റവും ഭാഗ്യം. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്. 30s, 40s, 50s, 60s നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. 30s, 40s, 50s, 60s നമുക്കിത് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ച് ആ സമയത്ത് നിങ്ങളെ അവിടെ തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അങ്ങനെ റൈറ്റ് പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൈറ്റ് ആക്ഷൻ ലീഡ്സ് ടു ഡിറ്റാച്ച്ഡ് ആക്ഷൻ. അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത്. പിന്നെ നമുക്ക് അതിൽ നിന്ന് 10 പൈസ റിട്ടേൺ വേണ്ട. അത് ചെയ്താൽ നമ്മൾ തളരുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഊർജം വീണ്ടും കിട്ടുകയാണ് ചെയ്യുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. നമ്മളത് ചെയ്യും തോറും നമ്മൾ തളരുകയല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യും തോറും നമ്മളുടെ ഈ രേഖീയമായ മാത്തമാറ്റിക്സിന് വിരുദ്ധമായിട്ട് കൊടുക്കും തോറും കുറയുകയല്ല, കൊടുക്കും തോറും ഏറിടും, വർദ്ധിക്കും. എനർജി സ്പെൻഡ് ചെയ്യും തോറും എനർജി ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. നമുക്ക് തളർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം മൊത്തം ഒരു സംഗീതാത്മകമായി തീരും. നമുക്ക് ഡിപ്രഷനോ തളർച്ചയോ ക്ഷീണമോ നമുക്ക് അധികം ദുഃഖിച്ചിരിക്കാൻ പോലും സാധിക്കില്ല. കാര്യം എന്താണ്? സ്വധർമ്മം ഒരിക്കലെങ്കിലും ചെയ്ത് അതിന്റെ ആനന്ദം രുചിച്ചൊരു മനുഷ്യന് ദുഃഖിച്ചിരിക്കാൻ സാധിക്കുകയില്ല. ദുഃഖം വന്ന് നിൽക്കുമ്പോൾ, ഒരു ക്രൈസിസ് വന്ന് നിൽക്കുമ്പോൾ അയാൾ തന്റെ സ്വധർമ്മം ചെയ്തു തുടങ്ങും. അത് അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ടാണ് അയാളെ ജനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ക്രൈസിസ് വരുമ്പോൾ അയാൾ കുറച്ചൊക്കെ ഒന്ന് കുലുങ്ങും, ഇല്ലെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞാൽ അയാൾ സ്വധർമ്മം അനുഷ്ഠിച്ച് അതിൽ നിന്ന് പുറത്തു വരും. അതാണ് അത് മൃത്യുഞ്ജയമാണത്. മൃത്യുഞ്ജയ മന്ത്രമാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. പിന്നെയോ റൈറ്റ് ആക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? ഇത് സംഭവിക്കാനുള്ള മറ്റൊരു വെച്ചാൽ വൈ അല്ലെ? നമുക്കൊരു കൃത്യമായ വൈ. ഈ വൈ എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വൈ അല്ല ഉദ്ദേശിക്കുന്നത്. വൈക്ക് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, നിങ്ങൾ അതിനു വേണ്ടി ജനിച്ചു. പാടാൻ വേണ്ടി ജനിച്ചു, വായിക്കാൻ വേണ്ടി ജനിച്ചു, എഴുതാൻ വേണ്ടി ജനിച്ചു, ക്ലാസ് എടുക്കാൻ വേണ്ടി ജനിച്ചു, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ജനിച്ചു, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജനിച്ചു, അധ്യാപനത്തിന് വേണ്ടി ജനിച്ചു, ടെക്നിക്കൽ വർക്കിന് വേണ്ടി ജനിച്ചു, വിഷണറി ആയിട്ട് ജനിച്ചു, മിസ്റ്റിക് ആയിട്ട് ജനിച്ചു, വാദിക്കാൻ വേണ്ടി ജനിച്ചു, സൈലൻസിന് വേണ്ടി ജനിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർ ജനിക്കുന്നത്. ഇങ്ങനെ കാറ്റഗറി എടുത്താൽ അതിൽ
ഇതിൽ പലതിനും വേണ്ടിയിട്ടാണ് മനുഷ്യർ ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചത് എന്തിനാണെന്നുള്ള ആ വൈ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ആ വൈ കണ്ടെത്തി കഴിഞ്ഞാൽ റൈറ്റ് ആക്ഷനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? ഡിറ്റാച്ച്ഡ് ആക്ഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അവിടെ ഒരുമിച്ച് സംഭവിക്കാൻ. എന്താണ് ആദ്യം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. എവിടെയാണ് പ്രോസസ് ഓറിയന്റഡ് ആവേണ്ടത്, എവിടെയാണ് റിസൾട്ട് ഓറിയന്റഡ് ആവേണ്ടത്? ഇതാണ് നമ്മൾ ആദ്യത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്താണ്? രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ ജീവിക്കാം, പ്രോബ്ലം ഓറിയന്റഡ് ആവാതെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ ജീവിക്കാം. അവിടെ നമുക്ക് ചില നിർണായകമായ ചോദ്യങ്ങളാണ് ചോദിക്കാനുണ്ട്, അല്ലേ? ആ ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും. വാട്ട് ഈസ് വൺ സ്മോൾ തിങ് ഐ ക്യാൻ ഡു റൈറ്റ് നൗ ടു ഇംപ്രൂവ് ദിസ്? ഒരു റൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആ കീയും നമുക്ക് കിട്ടും. അത് തുറക്കാനുള്ള കീയും പ്രപഞ്ചം തരും. ഇപ്പോൾ എൻ്റെ ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഇതാണ് സൊല്യൂഷൻ ഓറിയന്റഡ്. ഈ 2 സ്റ്റേജും കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? നമ്മൾ റൈറ്റ് ആക്ഷൻ ലീഡ്സ് ടു പർപ്പസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ പർപ്പസ് നമ്മൾ കണ്ടെത്തും. നിങ്ങൾ ഈ 2 സ്റ്റേജ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പർപ്പസ് കണ്ടെത്തും. പർപ്പസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടെത്തി? ആനന്ദം കണ്ടെത്തി. എന്താണ് ആ ആനന്ദം? ഡിറ്റാച്ച്ഡ് ആക്ഷൻ, നിഷ്കാമ കർമ്മം. നിഷ്കാമ കർമ്മം കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അക്കംപ്ലിഷ്ഡ് ആണ്. മറ്റേത് എന്തൊക്കെ നഷ്ടം ആ മനുഷ്യനുണ്ടായാലും ഹീസ് അക്കംപ്ലിഷ്ഡ്. ആ പ്രവൃത്തിയിൽ നിന്ന് 10 പൈസ വരുമാനം ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം അക്കംപ്ലിഷ്ഡ് ആണ്. അദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. കാര്യം ഏറ്റവും വലിയ സമ്പത്ത് ആനന്ദമാണ്, ജീവിതാനന്ദം, ജീവാനന്ദം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നത് ഏറ്റവും വലുത് ആനന്ദമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ജനിക്കുന്നത്, ആനന്ദാനുഭവത്തിന് വേണ്ടി. അവിടെ അവൻ എല്ലാം ത്യജിക്കും, സകലതും ത്യജിക്കും ആനന്ദത്തിന് വേണ്ടി. ആനന്ദം അവിടെ ഇല്ലെങ്കിൽ ആരിവിടെ ശ്വസിക്കുന്നു എന്ന് ചോദിച്ചത് ഉപനിഷത്ത് ഋഷിയാണ്. ആരിവിടെ ശ്വസിക്കുന്നു, ആരിവിടെ നടക്കുന്നു, എന്തില്ലെങ്കിൽ ആനന്ദം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പൊ ആനന്ദാനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. റൈറ്റ് ആക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആനന്ദാനുഭവം ഉണ്ടാകുന്നു. അതിന്റെ പേരാണ്, അപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നിഷ്കാമ കർമ്മം സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഫുട്ബോളിൽ നിന്ന് തൽക്കാലം എനിക്ക് പകർന്നു തരാനുള്ള ജീവിത പാഠം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകും.